എൻ്റെ വീട് കാഞ്ഞിരടുത്താണ്. ഞാൻ ബേസിക്കലി ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഹോൾഡറാണ്. അപ്പോൾ ചെറുപ്പത്തിൽ മുതലേ അഭിനയത്തോട് നല്ലൊരു പാഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വീട് കാഞ്ഞിരടുത്താണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ പടത്തിൻ്റെ ഡയറക്ടർ അഭിജിത്ത് അശോകൻ. ഞങ്ങൾ ചെറുപ്പം മുതലേ നല്ല കൂട്ടുകാരായിരുന്നു. അപ്പോൾ ആൾ ചെയ്ത ഫസ്റ്റത്തെ പടം മറ്റേ നമ്മുടെ ക്രയോൺസ് പ്രൊഡക്ഷൻ്റെ ഫസ്റ്റത്തെ പടം കോലുമിഠായി, അതിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് വായിക്കാനായിട്ട് ഒരു പ്രാവശ്യം തന്നിട്ടുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് പുള്ളിക്ക് നല്ലൊരു ഫയർ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിരുന്നു. അത് കഴിഞ്ഞപ്പം അതിൽ അത്യാവശ്യം ചെയ്യാനുള്ള ഒരു ഒരു സ്കോപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് 1-2 ദിവസമൊക്കെ പോയി സഹായിക്കാൻ പറ്റി. ഈ ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ വലിയ ക്യാമറ സെറ്റ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു പതർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ഷോട്ട് എടുക്കുമ്പം തന്നെ എനിക്ക് എൻ്റെ ഒരു പതർച്ചയൊക്കെ കണ്ടിട്ട് നോബിച്ചേട്ടനൊക്കെ വന്നിട്ട് പറഞ്ഞ് കുഴപ്പമില്ല, ഒന്നുകൂടി ചെയ്യുന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഒറ്റ ഷോട്ടായിരുന്നു. ആ ഒരു സീക്വൻസ് ഫുൾ ഒറ്റ ഷോട്ടായിരുന്നു. അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് അവർ തന്ന പ്രചോദനമൊക്കെ ഭയങ്കര, എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. കാരണം അതുപോലെ തന്നെ എൻ്റെ ഡയറക്ടർ അഭിജിത്തേട്ടൻ പറഞ്ഞു, നീ 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 എങ്ങനെയാണോ ചേച്ചി നിൻ്റെ രീതിക്ക് ചെയ്യ്, നമുക്കത് പുളിയാക്കാന്നുള്ള രീതിയിൽ തന്നെയാണ് അവരെല്ലാവരും പറഞ്ഞത്. ഇപ്പം ജയരാജേട്ടനാണെങ്കിലും അവരൊക്കെ ഞാൻ തെറ്റിക്കുമ്പോഴും അവർ നമ്മുടെ കൂടെ നിന്ന്. അതുപോലെ തന്നെ സന്തോഷേട്ടൻ, എൻ്റെ ക്യാമറമാൻ, പുള്ളിയും പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, എത്ര ടേക്ക് വേണമെങ്കിൽ നമുക്ക് പോകാൻ, നീ വിഷയമില്ല, പേടിക്കണ്ട എന്നുള്ള അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ, അങ്ങനെ ഒരു സപ്പോർട്ടൊക്കെ കിട്ടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിരുന്നു. ആ സെറ്റ് അത്യാവശ്യം അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഇതിനു മുമ്പ് അവസരങ്ങൾക്ക് വേണ്ടി ഇഷ്ടംമാതിരി സ്ഥലത്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഒരു ശരീരം വെച്ചിട്ട് എനിക്ക് സിനിമയിൽ എത്തിപ്പെടാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ ഞാൻ അതൊന്നും കാണാണ്ട് നമ്മളിങ്ങനെ ആഗ്രഹം മാത്രമായിട്ട് കൊണ്ട് കിടക്കുമായിരുന്നു. അതിന് വേണ്ടി പ്രവർത്തിച്ച് തുടങ്ങിയത് കുറേ നാൾക്ക് മുമ്പാണ്. അപ്പം അങ്ങനെ വന്ന സമയത്താണ് നമുക്ക് ഇപ്പം കാക്ക 2 എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിൽ അവസരം കിട്ടി. അതിൻ്റെ ഡയറക്ടർ ഉണ്ണി ഫാൻ്റെ ആയിരുന്നു. പിന്നെ ക്യാമറ നമ്മുടെ വിഷ്ണു ചേട്ടനായിരുന്നു ഇതിൻ്റെ അകത്ത് ചീഫായിട്ട് നിന്നിരുന്നത്. അപ്പം അങ്ങനെ അവരുടെയൊക്കെ ഒരു കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ സിനിമയിലോട്ട് വന്നത്. ഈ സിനിമയിൽ വന്നപ്പോഴത്തേക്കും അത് വേറൊരു തലത്തിലുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എല്ലാവരും കൂടിയുള്ള ടീം വർക്ക് ആയപ്പോഴത്തേക്കും സംഭവം പൊളിയായിരുന്നു. അഭിനയിക്കുക, മാക്സിമം അഭിനയിക്കുക. ഇപ്പോഴാണ് കുറച്ചും കൂടി ഇതിനെ സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങിയത്. ഇനി എവിടെ ഏത് രീതിയിലാണ്, സിനിമ മാത്രമല്ല എന്താണെങ്കിലും അഭിനയിക്കാൻ കിട്ടുന്ന ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമം പൊട്ടൻഷ്യൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ചെയ്യുക. വെർസറ്റൈലായിട്ട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ആ പടത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജനനം 1947, പ്രണയം തുടരുന്നു. അതൊരു നമ്മളിപ്പോൾ ഒരു എല്ലാവർക്കും പ്രണയം ഉള്ളിലുള്ള എല്ലാവർക്കും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അതിനെന്തോ ഒരു മാജിക് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്ര അധികം അവാർഡുകൾ മേടിക്കാനും. പിന്നെ അതുപോലെ തന്നെ അതിലെന്തോ ഒരു മാജിക് ഉണ്ട്. അത് നമുക്ക് തിയേറ്ററിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അത് ആസ്വദിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കണേ. അതങ്ങനെ തന്നെ ആവട്ടെ. ഫസ്റ്റത്തെ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റത്തെ പ്രണയം ഞാൻ പറയണത് എൻ്റെ ഒരു 7ാം ക്ലാസ്സിലൊക്കെ വെച്ചിട്ടാണ്. ഞാനൊരു നാടകം ചെയ്ത് അതിനകത്തൊരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു പെൺകുട്ടി വന്ന്, ഞാൻ ഓൾറെഡി നോക്കിക്കൊണ്ടിരുന്ന ഒരു പെൺകുച്ചായിരുന്നു. ഞാൻ കുറേ നാൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന പെൺകുച്ചി നാടകം കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അടിപൊളിയായിരുന്നെന്ന് പറഞ്ഞ് എനിക്ക് ക്ഷയിക്കാൻ തന്നപ്പം ആ സ്പോട്ടിൽ ഞാൻ ആ കൊച്ചിനെ നോക്കിയിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പുള്ളിക്കാരത്തി ഓടിപ്പോയി. അതായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ ഒരു പ്രണയം പറഞ്ഞൊരു മൊമെൻറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആരുടെ അടുത്ത് പോയി പ്രണയം പറഞ്ഞാലും അവരൊക്കെ തിരിച്ച് പറയണേ നിന്നൊരു ആങ്ങളായിട്ട് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ എല്ലാവരും സ്നേഹിച്ചു തുടങ്ങി. എല്ലാവരോടും പ്രണയം. അങ്ങനെ കല്യാണം കഴിച്ചവരുണ്ട്. എൻ്റെ അച്ഛൻ കല്യാണം കഴിക്കണ എനിക്ക് രണ്ടാമത് കല്യാണം കഴിച്ചത് എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു പടമായിട്ട് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഈ പടത്തിൻ്റെ കഥ ഞാൻ ഫുള്ളായിട്ട് കേട്ടിട്ടില്ല. പക്ഷെ ഈ പടത്തിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതൊരു പ്രായമായവർ തമ്മിലുള്ള വിവാഹം ഉള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ കല്യാണം കഴിച്ചത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിലാണ്. അവരുടെ ലൈഫ് അടിപൊളിയായിരുന്നു. ഞാൻ കണ്ട നല്ല രീതിയിലുള്ള പ്രണയം കാര്യങ്ങളും നല്ല രീതിയിലൊക്കെയാണ്. പിന്നെ അങ്ങനെ വന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം അച്ഛന് വയ്യാണ്ടാവുകയും, അപ്പോൾ ആ ടൈമിലൊക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, ആ ടൈമിലൊക്കെ ഞാനെടുത്ത ഡിസിഷൻ നല്ലതായിരുന്നു എനിക്ക്
പേഴ്സണലി തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്റ്റഡീസൊക്കെ ആയിട്ട് ബിസി ആയ ടൈമിൽ അച്ഛനെ നോക്കാനായിട്ട് ഒരാളുണ്ടായി എന്നുള്ളൊരു രീതിയിൽ ഇറ്റ്സ് എ ഗുഡ് തിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബേസിക്കലി പറയുകയാണെങ്കിൽ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിങ് നമ്മൾ അഭിനയിച്ച് കഴിയുമ്പോഴത്തേക്കും ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്നും കിട്ടുന്ന ഒരു കയ്യടി, ഒരു പ്രോത്സാഹനം അതെന്നെ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ അതെനിക്കൊരു ഭയങ്കര ലഹരിയായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം വേറെ ഒന്നിനും തരാൻ പറ്റാത്തൊരു സന്തോഷം, ആനന്ദം എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും തന്നെ അതെൻ്റെ സാഹചര്യം കാരണമാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യണത്. നമുക്ക് ഏണിങ്സ് വേണമല്ലോ, അതുകൊണ്ട് മാത്രമാണ് വർക്ക് ചെയ്യണത്. അതല്ലാതെ ഞാൻ ഭയങ്കരമായിട്ട് ഈ ആക്ടിങ് ചെയ്യണ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ മിസ്സാകുമ്പോൾ നന്നായിട്ട് സങ്കടം വരാറുണ്ട്. ആക്ടിങ് ചെയ്യണ ഓരോ പരിപാടിയിലും ഓരോ സെറ്റിലും നന്നായിട്ട് സന്തോഷിക്കാറുണ്ട്. അതാണ് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു സന്തോഷം, ആഗ്രഹം അതൊക്കെ തന്നെ.